അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു എൻ്റെ ആദ്യത്തെ ഒരു എന്ത് ഞാൻ പറയുന്നത് എൻ്റെ ആദ്യത്തെ ഒരു അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു ഓൺ വോയിസ് വീഡിയോ ആണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു ഓൺ വോയിസ് വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടില്ല നിങ്ങളുടെ അടുത്ത്, എന്നാ പറയുന്നത് വീഡിയോയിൽ നമ്മളൊന്നും നേരിട്ട് സംസാരിച്ചിട്ടില്ല, എല്ലാം ഞാൻ ഓൺ വോയിസ് കൊടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു എന്നാ പറയുന്നത് അല്ലാത്ത എന്ത് പറയുന്നത് ഹലോ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു ഓൺ വോയിസ് വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ നേരിട്ട് സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ നേരിട്ടൊന്നും സംസാരിച്ചിട്ടില്ല, എല്ലാം ഞാൻ എന്നാ പറയുന്നത് നമ്മുടെ വോയിസ് ഓവർ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഓൺ വോയിസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്കൊരു ഡേ ഇൻ മൈ ലൈഫ് മൊത്തം ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കും എന്താ പറയുന്നത്, ഞാൻ എപ്പോഴും വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും. ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഞാൻ മിക്കവാറും യാത്രയൊക്കെ പോകുമ്പോൾ അന്നേരം ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റാറില്ല. ഞാൻ ആ സമയത്ത് മറന്നു, ഞാൻ തക്ക സമയമാകുമ്പോൾ എനിക്കാണെങ്കിൽ യാത്ര പോകുമ്പോൾ എനിക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഛർദ്ദിക്കാൻ വരും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ കാറിലൊക്കെയാണ് പോകുന്നതെങ്കിൽ എന്താ പറയുന്നത് എനിക്കാണെങ്കിൽ ഒട്ടും പറ്റത്തില്ല. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ക്ഷീണിച്ച് ഒരു സൈഡാവും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഞാൻ വീട്ടിൽ നിന്ന് വിചാരിക്കും അങ്ങനെ എടുക്കണം, എനിക്ക് എന്നിട്ട് അത് വ്ലോഗ് ഇടണം അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷേ വീട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു ഇൻട്രോ ഒക്കെ എടുത്തിട്ട് ഞാൻ ഇറങ്ങും. പക്ഷേ എനിക്കാണെങ്കിൽ കാറിൽ കയറുകയാണെങ്കിലോ ബസ്സിലൊക്കെ പോകുകയാണെങ്കിൽ ഞാൻ ഒരു സൈഡാവും. അപ്പോൾ എനിക്ക് അങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എന്തെങ്കിലും എടുക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്, എടുക്കണം എന്നാ പറയുന്നത്. എൻ്റെ ഒരു ദിവസം എനിക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനത് എടുക്കണമെന്ന് വിചാരിക്കുമ്പോൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഇപ്പോൾ തിരക്കൊക്കെ ആകുമ്പോഴും, ഇപ്പോൾ ഓഫീസിലൊക്കെ എനിക്ക് പോകണം. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ ആ കാര്യങ്ങൾ എന്നാ പറയുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കണമെന്നുള്ള കാര്യം ഞാൻ മറന്നു പോകും. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. ഇന്നലെ വൈകിട്ട് 8 മണി മുതൽ ഇന്ന് വൈകിട്ട് 8 മണി വരെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. പക്ഷേ ഒരു 2 വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാനങ്ങ് മറന്നു. പിന്നെ എനിക്ക് അത്യാവശ്യം ഒരു ഇത്തിരി തിരക്കായിപ്പോയി. അങ്ങനെ ഞാനങ്ങ് മറന്നു. എനിക്ക് തയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മറന്നുപോയി. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇതൊരു ഇൻട്രോ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ മിക്കവാറും 3 ദിവസത്തെ വീഡിയോ ആയിരിക്കും ഞാൻ ആഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ഞാൻ പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ അത് ഞാൻ എടുക്കും. പിന്നെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ ഇപ്പോൾ മുതൽ നാളെ മൊത്തം ചെയ്യുന്നത്. നാളെ എനിക്ക് ഇന്ന് രാത്രി ഇപ്പോൾ 9 മണി അങ്ങാണ്ടായിട്ടുണ്ട്. അന്നേരം ഞാൻ നാളെ രാത്രി ഒരു 9 മണി 8 മണി 9 മണി വരെയുള്ള നാളെ എന്തൊക്കെയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ വീഡിയോസ് എല്ലാം എനിക്ക് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കും. എന്തായാലും ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും. എന്തോരം ഞാൻ എടുത്തിട്ടുണ്ടോ അതുവരെയുള്ള എല്ലാം ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യും. പിന്നെ ഈ ഒരു വീഡിയോ മൊത്തം എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനാണ് ആഗ്രഹം. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ വോയിസ് ഓവർ അല്ല ഓൺ വോയിസ് കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മിക്കവാറും വോയിസ് ഓവർ ആയിരിക്കും. കാരണം അതിനകത്ത് ഞാൻ സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പം അതിനകത്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കും. ഇത് ഞാൻ ഓൺ വോയിസ് ആയിരിക്കും സംസാരിക്കുന്നത്. എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകുന്നതാണ്. അന്നേരം ഇപ്പോൾ സമയം ഏകദേശം എനിക്ക് തോന്നുന്നു 8:30 9 മണി ആയിട്ടുണ്ട്. അപ്പം ഞാനിതുവരെ കഴിച്ചില്ല. അപ്പോൾ എനിക്ക് കഴിക്കണം. അപ്പോൾ ഇന്ന് ചോറും ചിക്കൻ കറിയൊക്കെയാണ്. ചിക്കൻ കറിയാണ്, ചിക്കൻ വറുത്താണ്. അതിന് ഞങ്ങൾ ചിക്കൻ മേടിച്ചായിരുന്നു. അപ്പം അതിനകത്ത് ഏതോ ഒരു സംഭവം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ഫുഡ് കഴിക്കാൻ നമുക്ക് ആദ്യം കാണാം എന്തൊക്കെയാണെന്ന് എനിക്ക് കഴിക്കാനും നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. നമുക്കല്ല, എനിക്ക് ഫുഡ് കഴിക്കാൻ പോകാം. അപ്പം ഓക്കേ. അപ്പോഴേ ഞാൻ ഫുഡൊക്കെ എടുക്കുവാണേ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ലെന്നേ. പക്ഷേ എനിക്ക് ആ ഒരു സമയത്ത് എന്താ പറയുന്നത് ഓൺ വോയിസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എല്ലാം മിക്സ് ചെയ്താണ്. അപ്പം ഞാൻ ചോറ്, ചിക്കന്, രസവും മോരുകറിയും പാവയ്ക്ക തോരനും എല്ലാം ഞാൻ വിളമ്പുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഞാൻ കഴിച്ചത് രസവും ഉണക്കമീനും പാവയ്ക്ക തോരനുമായിരുന്നേ. ചേട്ടൻ കഴിച്ചത് ചിക്കനൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വേസ്റ്റ് കൊണ്ട് കളയാൻ പോയേ. അപ്പം ഒരാളാണെങ്കിൽ നമ്മളെ ഒളിഞ്ഞു നോക്കി. അപ്പം അത് ഞാൻ നൈസിന് എടുത്തതാണേ. അങ്ങനെ ഞാൻ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് കഥമൊക്കെ അടച്ചിട്ട് ടിപ്പുവിന് ഫുഡൊക്കെ കൊടുത്തു. അമ്മയെല്ലാം ഇളക്കി വെക്കും. അപ്പം ഞാൻ മണ്ടയ്ക്ക് കൊണ്ട് കൊടുക്കും. എന്നിട്ട് ഞാൻ താഴെ വന്നിട്ട് പതുക്കെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി അടുക്കളയിൽ വന്ന് വെള്ളം എടുക്കും രാത്രിയിലത്തേക്ക്. എന്നിട്ട് പിന്നെ കിടക്കാനുള്ള ഒരിതാണ്. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റൊക്കെ എടുത്തുകൊണ്ടാണ് ഇന്ന് താഴെ പോയത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സമയം രാത്രി 9:11 ആയിട്ടുണ്ട്. ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാനിപ്പോൾ താഴോട്ട് വന്നു. അന്നേരം ഞാൻ പറഞ്ഞ കറികളൊന്നും അല്ലായിരുന്നു. കറികളുണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, അതിലൂടെ ഉണക്കമീൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കാര്യം മറന്നു പോയായിരുന്നേ. അന്നേരം ഉണക്കമീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതാ കൂട്ടി. എനിക്ക് ചിക്കനോട് വലിയ പ്രിയമില്ല. നോൺ വെജ് എനിക്കിഷ്ടമാണ്, പുറത്തേക്ക് ഫുഡ് എനിക്കിഷ്ടമാണ്. പക്ഷേ വീട്ടിലെ ചിക്കൻ എനിക്ക് അത്ര കാര്യമല്ല. മീൻസ് എല്ലുള്ള പീസൊക്കെ കൂടുതലാണല്ലോ. അപ്പം അതങ്ങനെ ഞാൻ കഴിക്കത്തില്ല. അങ്ങനെ അതെല്ലാം കൂട്ടി. പിന്നെ ചിക്കൻ്റെ ചാറ് ഇത്തിരി കൂട്ടി, രസം കൂട്ടി, പിന്നെ പാവയ്ക്ക തോരൻ കൂട്ടി. അങ്ങനെ അതെല്ലാം കൂടെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 4-5 ഗുഡ് ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് ചേട്ടനും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കഴിച്ചു. എന്നിട്ട് ഇനി ഞാനിപ്പോൾ ഇരിക്കുന്ന റൂമുണ്ടല്ലോ, അത് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന എന്താ പറയുന്നത് റൂമാണേ. നമ്മളിവിടെ റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 ബെഡ്റൂം ഉണ്ട്. മേളിൽ ഒരു ബെഡ്റൂം, താഴെ 2 ബെഡ്റൂം. അതിനകത്ത് അപ്പുറത്താണ് ഞങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഇത് വെറുതെ കിടക്കുക. അന്നേരം ഇവിടെ നിന്നാണ് ഞാൻ വീഡിയോ എല്ലാം ചെയ്യുന്നത്. അപ്പം എനിക്കാണെങ്കിൽ ഈ റൂമിൽ ഒരു വെള്ള ബെഡ്ഷീറ്റാണ് ഇഷ്ടം. അങ്ങനെ ഞാനത് കഴുകിയിട്ട് പിന്നെ വിരിച്ചൊന്നുമില്ല. അപ്പം ഇന്ന് വിചാരിച്ചു ഇനി ഈ റൂമിൽ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് വിരിച്ചൊന്ന് സെറ്റ് ചെയ്തിടാണ്. പിന്നെ ഞങ്ങൾ ഇനിയൊരു അന്നേരം അത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അത് വിരിക്കാം. അപ്പോൾ ഞാൻ പോയി സാധനങ്ങളെല്ലാം എടുത്തിട്ട് വരാവേ. ഓക്കെ ബായ്. നമുക്ക് ഓടിപ്പോയി ബെഡ്ഷീറ്റും സംഭവങ്ങളെല്ലാം എടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ വരൂ. തലയണക്കവിനും ഇതെല്ലാം വേറെയാണ് ബെഡ്ഷീറ്റ്. നമുക്ക് അത് ബെഡ്ഷീറ്റ് ഇത് വെച്ചാൽ മതി. അപ്പോൾ അതാണ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ എസ്തെറ്റിക് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് ഉണ്ടാക്കാൻ എന്നെയാണ് സമ്മതിക്കത്തില്ല അങ്ങനെ ചെയ്യാൻ വേണ്ടി. നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് മാറേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ നമുക്ക് ലൈറ്റ് പോകാം.
അതേപോലെ ഞാൻ ലൈറ്റ് സെറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാവേ. എനിക്ക് ചേട്ടൻ ചെയ്തു തന്ന പരിപാടിയാണിത്, ഒരുങ്ങാൻ വേണ്ടി. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാവേ. അതൊന്ന് വിരിച്ചിട്ട് അപ്പം നമ്മുടെ ബെഡ്ഷീറ്റ് എല്ലാം വിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ എല്ലാം ഒന്ന് ജസ്റ്റ് വിരിച്ച്, പിന്നെ ഇത് നല്ലപോലെ ചുളുങ്ങിയിരിക്കുമായിരുന്നേ. പിന്നെ നമുക്ക് ഇവിടെ ആരും കിടക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ കർട്ടൻ എല്ലാം സെറ്റ് ചെയ്ത് തലയണയൊക്കെ ഇട്ട്, അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ അങ്ങ് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത്. ഇതാണെങ്കിൽ ഒരു കുഞ്ഞു മുറിയാണ്, പക്ഷേ നമുക്ക് ഇവിടെ ഇരിക്കുക ഈ ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ല രസമാണ്. അപ്പോൾ ഇതാണ് ചേട്ടൻ എനിക്ക് ചെയ്തു തന്നെ. എനിക്കാണെങ്കിൽ കണ്ണാടിയിൽ എന്നാ പറയുന്നത്, ഒരുങ്ങുന്ന സമയത്ത് നല്ലപോലെ എനിക്ക് ലൈറ്റ് വേണമെങ്കിൽ എനിക്ക് ഒരുങ്ങാൻ പറ്റും. അങ്ങനെ എനിക്ക് ചേട്ടൻ റെഡിയാക്കി തന്ന ലൈറ്റാണ് ഇത്. അപ്പോൾ എനിക്ക് യൂട്യൂബൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കര ഉപകാരമായി. പലപ്പോഴും ലൈറ്റിൻ്റെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് എനിക്ക് അതൊരു എനിക്ക് ഉപയോഗിക്കാൻ പറ്റും ആ ഒരു ഇതേ. പിന്നെ ഫോട്ടോ എടുക്കുന്ന സമയത്തും അങ്ങനെയൊക്കെ. അപ്പം ഇതാണ് എൻ്റെ ഈ ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് ഞാൻ എൻ്റെ 8ാം ക്ലാസ്സിൽ മേടിച്ച് കൊടുക്കാം. അതുപോലെ കണ്ട് എൻ്റെ 21ാമത്തെ വയസ്സ് വരെ ഞാൻ ഇട്ടുകൊണ്ട് നടക്കുന്നു. അങ്ങനെ അപ്പോൾ ഇതാണ് ഈ ലൈറ്റ്. അങ്ങനെ റൂമൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ നല്ല രസമില്ലേ? പിന്നെ ഞാൻ ഈ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് ഞാൻ വെറുതെ ഇട്ടേക്കുവാണ്. അതെനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് ഇങ്ങനെ വന്നിരിക്കുമ്പോഴും സ്പീക്കറിലൊക്കെ പാട്ടിടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര രസമാണ്. ഇങ്ങനെ ആ ഒരു ലൈറ്റിൽ നമ്മളിങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക, ആ ഒരു വൈബാണ്. അപ്പം അതിനൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. പിന്നെ എനിക്കൊന്ന് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട്. ഭാവി കാലത്ത് എപ്പോഴേലും സംഭവിച്ചാൽ ഞാൻ ചെയ്തിരിക്കും, അത് ഞാൻ വീഡിയോ എടുത്തിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം എസ്തെറ്റിക് റൂമൊക്കെ പോലെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ എന്നെ സമ്മതിക്കാറില്ല. ഇപ്പോൾ ഏകദേശം ഒരു രാത്രി ഒരു 11 മണി 10:11 ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 11 മണി നോക്കട്ടെ. 11 മണി ആയിട്ടുണ്ട്. ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇടയ്ക്ക് വെച്ച് മറന്നു പോകുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു, ഞാൻ ഇടയ്ക്ക് വെച്ച് മറന്നു പോയി. വേറെ ഒന്നും ചെയ്തില്ല, വീട്ടിൽ കുറച്ച് നേരം വിളിച്ചു, പിന്നെ ഫോണിൽ നോക്കുമായിരുന്നു. അപ്പോൾ ഇനി കിടക്കാൻ പോവാം. മുടിയൊക്കെ കെട്ടാത്തതിന് ശേഷം ഇപ്പോഴാണ് കെട്ടുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടി വെക്കുന്നതേ ഉള്ളൂ. സാധാരണ ഇത് ഞാൻ പിന്നെ ഇടുന്നതാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ മുടി നല്ലോണം ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് പിന്നെ ഇടാത്തത്. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാം. നമുക്ക് നാളെ രാവിലെ കാണാം. രാവിലെ എനിക്ക് തോന്നുന്നു ഞാൻ തുണിയെല്ലാം കഴുകുക, എന്നിട്ട് അടുക്കളയിൽ കയറും. അങ്ങനെ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റും എനിക്കറിയില്ല. ഞാൻ മാക്സിമം എടുക്കാൻ നോക്കാം. രാവിലെ എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും, എന്തായാലും പോസ്റ്റ് ചെയ്തിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വോയിസ് ഓവറും കയറി വരും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ ഞാൻ ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റു. ഇപ്പോൾ സമയം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്, ഒരു 7:15 അങ്ങനെ ഞാൻ എഴുന്നേറ്റിട്ട് ഈ മേളിൽ പോയി മുഖമൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകി, എന്നിട്ട് ഇവിടെ ജസ്റ്റ് വീഡിയോ എടുത്തു. ഞാൻ സാധാരണ ചെയ്യുന്നത് മേളിൽ പോയി തുണി എടുത്തുകൊണ്ട് വരും, ഞങ്ങളുടെ തുണി എടുക്കും, എന്നിട്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടിടും. ആ സമയത്താണ് ഞാൻ പല്ല് തേക്കുന്നത്. അപ്പോൾ നമുക്കിനി പോയി തുണി എടുത്തുകൊണ്ട് തുണി കഴുകി നമുക്ക് പല്ലൊക്കെ തേച്ചിട്ട് മേളിൽ പോകും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കെങ്കിൽ അത് ചെയ്യാം. അപ്പം അങ്ങനെ രാവിലെ ഞാനന്ന് തുണിയൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഞാൻ തുണിയെല്ലാം എടുത്തുകൊണ്ട് വന്ന് ജസ്റ്റ് വാഷിംഗ് മെഷീനിലെല്ലാം ഞാൻ ഇടുന്നുണ്ട്. അങ്ങനെ എന്നിട്ടാണ് ഞാൻ പിന്നെ പല്ല് തേക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. എന്നിട്ട് പല്ലൊക്കെ തേച്ചിട്ട് പിന്നെ ഞാൻ മേളിൽ പോയി അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ഒരു ജോലിയുള്ള ദിവസത്തെ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്കത്തേക്ക് ചമ്മന്തി, അതുപോലെ തന്നെ ബീട്രൂട്ട് മെഴുക്കുവരട്ടിയും മുട്ട പൊരിച്ചതൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാത്തിനുള്ള അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. രാവിലെ അപ്പവും ഗ്രീൻ പീസ് കറിയുമായിരുന്നു. അങ്ങനെ ക്യാരറ്റൊക്കെ അരിഞ്ഞു കൊടുത്തു, സവാളയൊക്കെ അരിഞ്ഞു കൊടുത്തു. പിന്നെ ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് പിന്നെ തുണിയുടെ കാര്യങ്ങൾ വീണ്ടും വന്ന് നോക്കും. എല്ലാം എടുത്ത് ഡ്രയറിലെല്ലാം ഇട്ടിട്ട് പിന്നെ രാവിലെ ഞാൻ കുളിക്കാൻ കയറും. എന്നിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഫുഡ് കഴിക്കും. എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഒരു 9:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ റെഡി ആവാൻ വേണ്ടി താഴെ വരുവേ. അങ്ങനെ കുളിച്ചു, ഫുഡ് കഴിച്ചതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ചു, പിന്നെ താഴെ വന്നേ. അപ്പോൾ നമുക്ക് റെഡി ആവാം. എനിക്ക് 10 മണി 10:30 ആകുമ്പോഴത്തേക്ക് ഓഫീസിൽ പോകണം. 10:00 ആകുമ്പോൾ ചെല്ലാം. അപ്പോൾ ഞാൻ 9:30 റെഡി ആവുകയാണേ. അതായത് നമുക്ക് ആദ്യം സൺസ്ക്രീൻ ഒക്കെ ഇടാം. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ എല്ലാവർക്കും ഈ സംഭവങ്ങളെല്ലാം അറിയില്ല. ലാക്മേയുടെ ഞാൻ ഉപയോഗിക്കുന്നതെന്നും ഇൻസൈറ്റിൻ്റെ ഞാൻ ഉപയോഗിക്കുന്നതെന്നും എല്ലാം എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു ഇതിനുവേണ്ടി പറയുന്നതേ ഉള്ളൂ കേട്ടോ. അന്നേരം എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ട് എല്ലാവരും അടുത്ത് കാണുമല്ലോ. എനിക്ക് ഈ ഒരു ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യാൻ വേറെ ഒന്നും ഉപയോഗിക്കത്തില്ല, അതാണേ. അന്നേരം നമ്മളിതെല്ലാം ഇട്ട് കൊടുത്തു. എന്നിട്ട് ഐലൈനർ നമ്മൾ ഇത്തിരി ഇട്ട് കൊടുക്കത്തുള്ളേ ഇന്ന്, കാരണം ഈ ഒരു കുട്ടിയിലൂടെ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കണ്ണിൻ്റെ അടിയാണ് എഴുതുന്നത്. കണ്ണിൻ്റെ അടിയൊക്കെ എഴുതിയിട്ട് ഇനിയാണ് ഇത്. ഇനി അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു മുടിയാട്ടലും കൂടെ ഉള്ളത്. മാല കമ്മലെല്ലാം ഞാൻ മൂടി വെച്ചേക്കുക. ഒന്ന് ലിപ്സ്റ്റിക്ക് ഞാനത് ഇങ്ങനെ തീരാറാകുമ്പോൾ മാല എനിക്ക് ചൂടായിപ്പോൾ, അതുകൊണ്ട് 2 ദിവസമായിട്ട് ചൂടായിട്ട് ഞാൻ മാല ഊരി വെച്ച്. പിന്നെ കമ്മൽ ഊരി വെച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗുരുവായൂർ പോയായിരുന്നു. അന്നേരം അവിടെ നിന്ന് വലിയൊരു കമ്മൽ കിട്ടി. അപ്പോൾ അതിടാൻ വേണ്ടി അത് ജസ്റ്റ് ഇട്ട് നോക്കാൻ വേണ്ടി ഞാനത് ഊരിയതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇട്ടില്ല. അതിനുശേഷം ഞാൻ ഇപ്പം വലിയ കമ്മലിനോടുള്ള ഇതാണ്. ഇപ്പം എനിക്ക് വലിയ കമ്മൽ ഇടണം. അപ്പോൾ ഞാനിപ്പോൾ വലിയ കമ്മലാണ് ഇട്ടുകൊണ്ട് പോകുന്നു. പക്ഷേ ഈ ചുരിദാറിനോട് ഞാൻ വലിയ കമ്മൽ എടുത്തില്ല കേട്ടോ. ഇതിന് ഇത്തിരി കാഷ്വൽ ടൈപ്പ് അല്ലേ. അന്നേരം ലിപ്സ്റ്റിക് അത്ര ആയില്ല. അപ്പോൾ നമുക്ക് മറ്റേ ലിപ്സ്റ്റിക്കും കൂടെ ഇത് തീർന്നു. എൻ്റെ ഫേവറേറ്റ് ആയിരുന്നേ.
നമുക്ക് മുടി കെട്ടാം. മുടി ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ പിന്നെയാണ് കെട്ടുന്നത്. അപ്പോൾ നമുക്ക് അതുകൂടെ കെട്ടാവേ. പിന്നെ എനിക്ക് ബെഡ് വിരിക്കാറുണ്ട്, അന്നേരം അതും കൂടെ ചെയ്യണം. അത് റെഡി ആയിട്ടേ ഉള്ളൂ. അത് പിന്നെ ഞാൻ ആയിരിക്കത്തില്ല എനിക്ക് അത് ചെയ്യുന്നത്. ആദ്യം നമ്മളിങ്ങനെ മുടി കെട്ടും ജസ്റ്റ്. എന്നിട്ട് ഇങ്ങനെ അങ്ങനെ കെട്ടിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. കാരണം ഇല്ലെങ്കിൽ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് മുടി ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഭയങ്കര പ്രശ്നമാവും. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കെട്ട് വീണ് നമുക്ക് ഭയങ്കര എന്തോ ആവും. അപ്പം ഞാൻ പുഴു എടുക്കട്ടെ, പുഴു എടുക്കട്ടെ. ഓക്കെ, അപ്പം ഇതാണ് ഇപ്പം സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ മുടിക്കെട്ട് വരുന്നത്. ഇപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഐ ഡി കാർഡും കൂടി ഇട്ടാൽ മതി. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എൻ്റെ മുടിക്കെട്ട് എല്ലാം ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. അപ്പം നമുക്ക് ഈ ഓഫീസിലോട്ട് പോകാം. ഞാൻ ഓഫീസിലോട്ട് ഇറങ്ങും. അയ്യോ വാച്ച് കിട്ടിയില്ല, താങ്ക് യു. വാച്ച് എന്ത് ചെയ്യും? ഇതാണ് എൻ്റെ മേക്കപ്പ് ബാഗ്. നമുക്ക് ആദ്യം ഒരു മോതിരം ഇടാം, എന്നിട്ട് വാച്ച്. ഇതാണ് ഞാൻ ഇടുന്ന വാച്ച്. എനിക്ക് 2 വാച്ച് ഉണ്ടാക്കും. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ചുകൂടെ. 2 മാറി മാറി ഇടാം. ഇതാണ് എൻ്റെ വാച്ച്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നമുക്കപ്പോൾ ഓഫീസിലോട്ട്. അപ്പം ഞാൻ ചാർജറൊക്കെ എടുത്ത് പതുക്കെ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ്. എന്നിട്ട് ഫുഡെല്ലാം എടുത്ത് കൊണ്ട് ബാഗിൽ വെച്ച് ഫോണും ചാർജറും, ഞാൻ മിക്കവാറും ഫോൺ എടുക്കാൻ മറന്നു. അപ്പം ഞാൻ മറക്കാതെ ഫോണൊക്കെ എടുത്ത് ബാഗിൽ വെച്ചിട്ട് ഞാൻ ഓഫീസിലോട്ട് പോയേ. എന്നിട്ട് ഓഫീസിലൊക്കെ വന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു 10:15 ആയപ്പോഴത്തേക്ക് ഓഫീസിൽ വന്നു. എന്നിട്ട് കുറച്ച് പേപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് വെച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ ഭയങ്കര കത്തിയടിയായിരുന്നു, എന്തൊക്കെയോ സംസാരിച്ചു. എന്നിട്ട് പിന്നെ ഉള്ളതൊന്നും എടുത്തിട്ട് ഉച്ചയ്ക്ക് കഴിക്കുന്നതൊക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് വൈകിട്ട് വീട്ടിലൊക്കെ വന്നിട്ട് ഇത്തിരി നേരം മണ്ടയ്ക്ക് പോയി ഒന്നിരുന്നു. അപ്പോൾ ടിപ്പും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ ചെയ്യുന്നതൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയും ഒക്കെ ചെയ്ത് എന്നിട്ട് വൈകിട്ട് കടയിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കടയിലൊക്കെ ഞാൻ പോകാനൊക്കെ റെഡിയായി. എന്താ പറയുക, കുറച്ച് കുഞ്ഞു സാധനം മേടിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ കുളിച്ചു. എന്നിട്ട് എന്താ പറയുന്നത്, ഇനി നമുക്കൊന്ന് കടയിൽ പോകണം. അങ്ങനെ അതിന് പോവാം. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പൗഡറും കണ്ണും എഴുതുന്നുള്ളൂ. പൊട്ടൊക്കെ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പം ഇതൊന്ന് ചെയ്തിട്ട് നമുക്ക് പോവാം. നശിപ്പിച്ചെന്നെ കൊല്ലോ. പിന്നെ ഒന്ന് കണ്ണ് എഴുതിയിട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്കെന്നാൽ ഇതാണ് എൻ്റെ ഇന്നത്തെ പോക്കിൻ്റെ ഇത്രയൊക്കെ മതി. അപ്പോൾ നമുക്കെന്നാൽ പോയേച്ചും വരാം. അപ്പോൾ ഞങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടി കുളിച്ചെല്ലാം കഴിഞ്ഞിട്ട് കടയിലോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ പുറത്തെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. എന്താ, ഞാൻ അങ്ങനെ എടുക്കാൻ എനിക്ക് ആ ഒരു ഇത് അറിയത്തില്ല. അപ്പോൾ അത് എടുത്തിട്ടില്ല. എനിക്കാണെങ്കിൽ ഇത് എങ്ങനെ എടുക്കേണ്ടതെന്നുള്ള ഐഡിയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. സത്യത്തിൽ എൻ്റെ ഈ ഡേ മൈ ലൈഫ് പക്ക ഫ്ലോപ്പ് ആയിട്ട്, കാരണം പകുതി വീഡിയോസ് ഇല്ല. എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ പോലും ഐഡിയ ഇല്ല ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ കടയിലെല്ലാം പോയി വന്നിട്ടുണ്ട്. എൻ്റെ ഒരു കുഞ്ഞ് ഡേ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പലപ്പോഴും ഞാൻ ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ട്. അന്നേരം എന്താ പറയുന്നത്, അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇല്ല. ഞാൻ ഓർത്തെടുത്ത ക്ലിപ്സ് എല്ലാം ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ചിലതിനൊക്കെ ഉണ്ട്, ചിലതൊക്കെ ഓൺ വോയിസ് തന്നെയാണ്. എല്ലാത്തിനും എനിക്ക് ഓൺ വോയിസ് കൊടുക്കണമെന്നായിരുന്നു, പക്ഷേ അത് പറ്റിയില്ല. അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് ഞാൻ നാളെ ഇതെന്താണ് ഇടുന്നതെന്ന് വെച്ചാൽ അന്ന് ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് ഡേ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഷോർട്സ് ഒക്കെ കുഴപ്പമില്ല എനിക്ക്. എന്നാലും അതിനകത്തുകൊണ്ട് പ്രശ്നങ്ങൾ എനിക്കറിയാം. ഞാൻ ചെയ്യുന്ന 100% പെർഫെക്റ്റ് ഒന്നും അല്ലെന്ന്. പക്ഷേ ഞാനത് മാക്സിമം ഓരോ ദിവസം കഴിയുമ്പോഴും ഞാനത് ശരിയാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കത് പറഞ്ഞു തരണം. അപ്പോൾ ഞാനത് ആ തെറ്റുകളൊക്കെ തിരുത്തി ഞാൻ മുമ്പോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് മറ്റേ കുഞ്ഞ് ബെല്ലൈക്കൻ്റെ അവിടെ നിൽക്കിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.